കായംകുളം നിയമസഭാ മണ്ഡലത്തിൽ സ്കൂളുകൾക്കും ലൈബ്രറികൾക്കും പുസ്തകങ്ങൾ വിതരണം ചെയ്തു. യു പ്രതിഭ MLAയുടെ ഇലയും ഇതളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. യു പ്രതിഭ MLAയുടെ ഇലയും ഇതളും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് കായംകുളം മണ്ഡലത്തിലെ വിവിധ സ്കൂളുകൾക്കും ലൈബ്രറികൾക്കും പുസ്തകങ്ങൾ വിതരണം ചെയ്തത്. വായനാഭിരുചി ജനകീയമാക്കുന്നതിനും പുതുതലമുറയെ വായനയിലേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യവുമായാണ് മണ്ഡലത്തിൽ ഉൾപ്പെട്ട സ്കൂളുകളിലെ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഉൾപ്പെടുത്തി പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. MLAയുടെ പ്രത്യേക വികസന നിധി വിനിയോഗിച്ചു വാങ്ങിയ 3 ലക്ഷം രൂപയുടെ പുസ്തകങ്ങളാണ് തെരഞ്ഞെടുത്ത 12 സ്കൂളുകളിലും 30 ഗ്രന്ഥശാലകളിലുമായി കൈമാറിയത്. MLA ലിറ്ററേച്ചർ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വായനാ ദിനാഘോഷ പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനദാനവും നടത്തി. കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി എഴുത്തുകാരനും തിരക്കഥാകൃത്തുമായ അഖിൽ P. ധർമ്മജൻ ഉദ്ഘാടനം ചെയ്തു. ആ 7ാമത്തെ അധ്യായത്തിൽ എനിക്കൊരു കമന്റ് കിട്ടി, ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് ഒരു ഐഡിയയിൽ നിന്നിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരാൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഫുൾ അധ്യായങ്ങൾ പോസ്റ്റ് ചെയ്യുമെന്ന് വിചാരിച്ചു. ഞാൻ പിറ്റേ ദിവസം പോസ്റ്റ് ചെയ്തു. ഈ വ്യക്തിയുടെ 2-3 കൂട്ടുകാർ ഇത് വായിക്കാൻ തുടങ്ങി. അവർ മൗത്ത് പബ്ലിസിറ്റി വഴി ആ ആളുടെ കോളേജിലുള്ള ആൾക്കാർ വായിച്ചു. 37ാമത്തെ അധ്യായം പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് 15,000-ന് മുകളിൽ വായനക്കാർ ഫേസ്ബുക്കിലുണ്ട്. അപ്പം അതൊരു വലിയൊരു അച്ചീവ്മെന്റ് ആയിരുന്നു എനിക്ക്. കാരണം എല്ലാവരും റിജക്ട് ചെയ്ത ഒരു സാധനത്തിന് വായിക്കാനും ഇവിടെ ആൾക്കാരുണ്ട്. അപ്പൊ എനിക്കാണോ കഴിച്ചത് അതോ പബ്ലിഷേഴ്സിനാണോ മിസ്റ്റേക്ക് എന്ന് എനിക്ക് കൺഫ്യൂഷനായി. പിന്നെ ഞാൻ ഈ ഓജോ ബോർഡ് സ്വന്തമായിട്ട് പബ്ലിഷ് ചെയ്തു. പബ്ലിഷ് ചെയ്തപ്പോൾ അടുത്ത പ്രതീക്ഷ ഇത് പുസ്തകശാലകളിൽ റാക്കിൽ എൻ്റെ ബുക്ക് എടുത്ത് വയ്ക്കും. ഞാൻ ആദ്യം തന്നെ ആലപ്പുഴയിൽ പ്രഭാത് ബുക്സ് എന്ന് പറഞ്ഞൊരു ബുക്സ് ഉണ്ട്, അവിടെ കൊണ്ട് ഞാൻ എൻ്റെ 1000 കോപ്പി അച്ചടിച്ചത്. അപ്പോൾ വീട് ചെറിയ വീടാണ്, വീടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റില്ല ഈ ബുക്കുകൾ അടുക്കി വെച്ചിട്ട്. അച്ഛനിങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ട് എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. ഞാൻ ഇത് കൊണ്ടുപോയിട്ട് കുറച്ച് കോപ്പി കൊണ്ട് പ്രഭാത് ബുക്സിൽ കൊടുത്തപ്പോൾ അവർ ചോദിച്ചു ഇത് ആരുടെ ബുക്ക്? ഞാൻ പറയുന്നത് അഖിൽ P. ധർമ്മേൻ്റെ ബുക്സാണ്. മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് TS താഹ അധ്യക്ഷത വഹിച്ചു. യു പ്രതിഭ MLA സ്വാഗതം പറഞ്ഞു. ചെറുതും വലുതുമായിട്ടുള്ള പബ്ലിക്കേഷൻസ് തമ്മിലുള്ള ഒരു മത്സരമാണ്. അവിടെ എല്ലാവരോടും ഞങ്ങൾ വർത്തമാനം പറയുകയും അവരോടൊക്കെ തന്നെ എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ പണം അവിടെ ചെലവഴിക്കുകയും ഒപ്പം നല്ല പുസ്തകങ്ങൾ വാങ്ങാനുള്ള പരിശ്രമം നടത്തുകയും ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ നടത്തുന്നതിൽ ഒന്നാമത് നിൽക്കുന്ന 2 മണ്ഡലങ്ങളിൽ ഒന്ന് മുഖ്യമന്ത്രിയുടെ മണ്ഡലവും ഒന്ന് കായംകുളം മണ്ഡലവുമാണെന്ന് സ്പീക്കറുടെ പ്രത്യേക അഭിനന്ദനം കിട്ടിയിട്ടുള്ളവരാണ്. അതിന് പിന്നിൽ തീർച്ചയായിട്ടും സ്വാഗതം പറഞ്ഞ അമലിന് വലിയൊരു റോളുണ്ട് എന്ന് പറയാതിരിക്കുക. കാരണം ഈ സ്കൂളിൻ്റെ പ്രൊഡക്റ്റാണ് കേട്ടോ, ഇത് നമ്മുടെ ബോയ്സ് സ്കൂളിൻ്റെ പ്രൊഡക്റ്റാണ്. നന്നായി പഠനവും മനുഷ്യരെ സഹായിക്കാനും ഒക്കെ ഒരു മനസ്സുണ്ട്. അതിവിടെ പറയാറുണ്ട്. ദിവസങ്ങളോളം പുസ്തകത്തിനിടെ പോയിരുന്ന പിന്നെ ഒരാഴ്ച ആൾ പനിയടിച്ച് കിടക്കുന്നത് ഞാൻ എപ്പോഴും കാണാറുമുണ്ട്. ഇത് പരമാർത്ഥമായ കാര്യമാണ്. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ D. അംബുജാക്ഷി, കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുനിൽ കുമാർ, ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളിക്കര, നഗരസഭാ കൗൺസിലർ പ്രമീള ബാബുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.